ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ചില ആളുകൾ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന എന്തിനാണെന്നറിയാമോ? അപരമത വിദ്വേഷം പറയണം, പച്ച വർഗീയത പറയണം. അതായത് ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാതെ ഇവർക്കൊന്നും ഒരു സമാധാനം കിട്ടത്തില്ല. നമ്മുടെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് നാണക്കേടും അപമാനവുമായിട്ടുള്ള ഒരു വിഷപ്പാമ്പുണ്ട്. ഈ വിഷപ്പാമ്പ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. നമ്മുടെ കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിച്ചേട്ടനെ 29,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി വിജയിച്ച സ്ഥാനാർത്ഥി. പുള്ളിക്ക് കണ്ട 6 മക്കളുണ്ടെന്ന്. അപ്പോൾ ഈ 6 മക്കളെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ വിശകലയ്ക്ക് വല്ലാത്ത അങ്ങോട്ട് കുരുപൊട്ടി. കാരണം വിശകലയുടെ കെട്ടിയവൻ അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ട് മറ്റുള്ളവൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വേണ്ട സമയത്ത് കൃത്യമായിട്ടൊക്കെ പണിയെടുത്തിരുന്നെങ്കിൽ 6 അല്ല 10 എണ്ണമൊക്കെ ഉണ്ടായേനായിരുന്നു. അപ്പം മുസ്ലിങ്ങൾക്ക് കുട്ടികൾ കൂടിയ പ്രശ്നം, മുസ്ലിങ്ങൾക്ക് സ്ഥാപനങ്ങൾ കൂടിയ പ്രശ്നം, മുസ്ലിങ്ങൾ അധികാരത്തിൽ വന്ന ആ പ്രശ്നം, മുസ്ലിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോയാൽ അത് മൊത്തം പ്രശ്നം. കാരണം മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ വിഷപ്പാമ്പിൻ്റെ നെറുകം തലയിൽ വിഷം ഇങ്ങനെ വന്ന് തങ്ങി അങ്ങോട്ട് നിൽക്കും. പിന്നെ അത് കേരളത്തിലെ ജനങ്ങളുടെ അടുത്തേക്ക് ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് ചീറ്റി കൊടുക്കും. ഇതാണ് ഇവർ സ്ഥിരം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഇതിന് കൃത്യമായിട്ട് നമ്മുടെ വിഷപ്പാമ്പിൻ്റെ നെറുകം തലയ്ക്കടിക്കുന്ന ഒരു കിടുക്കാച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ കേരളത്തിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ മതവിദ്വേഷം നടത്തുന്ന പച്ച വർഗീയത പറയുന്ന ഈ വിഷപ്പാമ്പൊക്കെ ഉണ്ടല്ലോ, ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കണമെന്നേ പുറകോട്ടൊക്കെ. അതായത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന് എത്ര മക്കളുണ്ട്, നമ്മുടെ ശോഭ ചേച്ചിക്ക് എത്ര മക്കളുണ്ട്, നമ്മുടെ കൊല്ലത്തെ മറ്റേ സെലിബ്രിറ്റി, നമ്മുടെ പുള്ളിയുടെ പേരെന്താണ്, സിനിമാ നടൻ, അദ്ദേഹത്തിന് എത്ര മക്കളുണ്ട്, നമ്മുടെ അഗന്യയുടെയൊക്കെ അച്ഛനുണ്ടല്ലോ, അവർക്കൊക്കെ എത്ര മക്കളുണ്ട് ചേച്ചി? അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ മുസ്ലിമിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ചേച്ചിക്ക് വല്ലാത്ത ചൊറിച്ചിലും കടിയും ഊത്തലും വെപ്രാളവും പരവേശമൊക്കെയാണ്. ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മറുപടി കൊടുക്കേണ്ടത്? എന്തായാലും നമുക്ക് അൻസാരി ഉസ്താദ് കൊടുക്കുന്ന ആ മറുപടി ഒന്ന് കേട്ടാലോ. മഞ്ചേശ്വരത്ത് സുരേന്ദ്രനോട് മത്സരിച്ച് ജയിച്ച ടി കെ അഷ്റഫിനെ കുറിച്ച് പറയാനുള്ള ഒറ്റ പരാതിയാണ് ഇപ്പം ടീച്ചറിന്. ശശിലി ടീച്ചർ നോക്കുമ്പോൾ അയാൾക്ക് 6 പിള്ളേരുണ്ട്. സഹിക്കുവോ? വേറൊന്നും പറയില്ല, അയാൾക്ക് 6 പിള്ളേരുണ്ട് എന്നുള്ള പരാതി. ഉണ്ടായിക്കോട്ടെ ടീച്ചർ, എന്താ പ്രശ്നം? ടീച്ചറെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലേ, ഇതിനകത്ത് ആ സഹോദരൻ എത്ര മക്കളുണ്ട്? 10 മക്കൾ. അവർ ചിരിയും കളിയും കണ്ട ടീച്ചറെ? നിങ്ങൾ ഇന്ന് വരെ ഈ ആയുസിൽ ചിരിച്ചിട്ടുണ്ടാ? ഒരു നല്ല വർത്താനം പറഞ്ഞിട്ടുണ്ടാ? ടീച്ചർ നോക്കുന്നത് അയാളുടെ 10 മക്കളെ കാണുമ്പോൾ എന്താ എൻ്റെ ഒരു ഭംഗി, രസം, ആ കുടുംബത്തിന്റെ സന്തോഷം എന്ത് മനോഹരമാണ് ടീച്ചറെ. ടീച്ചറെ, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരാൾക്ക് ഇത്ര പിള്ളേരുണ്ടാകാനേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല, ഒരു നിയമത്തിലും ഇല്ല. നിങ്ങൾക്ക് പിള്ളേരാകത്തിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ടീച്ചറെ? ഇത് അവനവൻ ചെയ്യേണ്ട പണിയാണെന്ന്. എന്ത് കഷ്ടം ടീച്ചറെ. ഞങ്ങൾക്കൊന്ന് മുസ്ലിങ്ങൾക്കൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റില്ല, അപ്പോഴേ ഫോട്ടോ എടുക്കുക, അപ്പോഴേ ടീച്ചർ ഫോട്ടോ ഇടുക. അവിടെ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ ജീവിക്കാൻ പറ്റും ടീച്ചറെ? ഞങ്ങൾ നിങ്ങളെ ആരെയും നോക്കാൻ വരുന്നില്ലല്ലോ, നിങ്ങൾക്ക് എത്ര പിള്ളേരുണ്ടെന്ന് നോക്കാൻ വരുന്നില്ലല്ലോ ടീച്ചറെ. കഴിവുള്ളവർക്ക് പിള്ളേരുണ്ടാകുന്നു. ഈ മുന്നാര ശശികല ടീച്ചറെ വിവാഹം കഴിച്ച് കുടുംബത്തോടെ ജീവിക്കേണ്ട പ്രായത്തിൽ നോക്കിയേ ഒരുത്തൻ ഇതിന് ആരട്രവസരം എന്ന് പോലും പറയാൻ പറ്റത്തില്ല, നൂൽബന്ധവും ധരിച്ചുകൊണ്ട് പശുവിനെ കളിപ്പിച്ച് നടക്കും. ഇവിടെ വീട്ടിൽ കല്യാണം കഴിച്ച് മക്കളുണ്ടാക്കേണ്ടവന്മാർ പശുവിന്റെ പുറകെ നടന്ന് എങ്ങനെ പിള്ളേരുണ്ടാകും? എന്നിട്ട് മാന്യമായിട്ട് വിവാഹം കഴിച്ച് നല്ല മക്കളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനെ കാണുമ്പോൾ അവർക്ക് 6 പിള്ളേരുണ്ടാകുന്ന പറഞ്ഞു. എടാ, പശുവിനല്ലടാ കളിപ്പിക്കേണ്ട, വീട്ടിലോട്ടാണ് പോകേണ്ടത്. എന്തിനാണ് നമുക്ക്, എന്തിനാ ഇതൊക്കെ? മക്കൾ ധാരാളം ഉണ്ടാകുന്നത് രാജ്യം പിടിക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ പൂർവികർക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. എന്താണ്? മക്കൾ സമൃദ്ധി എന്നുള്ള ജീവിതത്തിന്റെ അലങ്കാരമാണ്. EMSന്റെ അച്ഛനും അമ്മക്ക് എത്ര പിള്ളേരുണ്ടായിരുന്നു? എന്ത് ശശികല ടീച്ചറിന്റെ അച്ഛനും അമ്മക്ക് എത്ര പിള്ളേരുണ്ടായിരുന്നു? ഇന്നും അത് തുടരുന്ന എത്ര മനുഷ്യന്മാരുണ്ട്? എനിക്ക് 3 പിള്ളേരേ ഉള്ളൂ, 4ാമത്തെ ഉടനെ റിലീസാവും. എന്നാൽ നമ്മുടെ നാട്ടിൽ 10 മക്കളുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇത് മുസ്ലിം അല്ല, ഇത് ക്രൈസ്തവ സഹോദരനാണ്. എന്ത് സന്തോഷം, അവരുടെ കുടുംബജീവിതം കാണാൻ എത്ര സമാധാനമുണ്ട് ടീച്ചറെ. അസമിലെ മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് ധാരാളം BJP നമുക്ക് ധാരാളം പിള്ളേർ വേണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് നിങ്ങൾ ഇവിടെയും പറയൂ. നിങ്ങൾ മുസ്ലിമീങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെടേണ്ട, നിങ്ങളും പറയൂ. അവർക്ക് നല്ല ഈന്തപ്പഴം മാതനാരങ്ങയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവർക്ക് പറ, വീട്ടിലോട്ട് ചെല്ലാൻ പറ. 29ാമത്തെ 30ാമത്തെ 35ാമത്തെ വയസ്സായിട്ടും ഒരുപാടെണ്ണത്തിന് പെണ്ണ് കിട്ടുന്നില്ല. ഇവനൊന്നും കെട്ടാം. ഇവിടെ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ജീവിച്ചാൽ എവിടുന്ന് പെണ്ണ് കിട്ടാനാടാ? ഇവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരാണ്ട് രാജ്യം പിടിക്കാൻ പോകുന്നു പറഞ്ഞു അവൻ കരം കയറ്റുന്ന അസ്വസ്ഥപ്പെടുക. ഞങ്ങളൊക്കെ ഇവിടെ കുഴിമന്തിയും നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ്. പറഞ്ഞ് വീട്ടിലോട്ട് വിട്, ഉണക്കപ്പഴമായിട്ട് കണക്കാറ്. അതിന് കുറ്റം. നിങ്ങൾക്ക് പെണ്ണ് കിട്ടാത്ത, നിങ്ങൾ മക്കളുണ്ടാക്കാത്ത ഞങ്ങളെ കുറ്റം പറയുന്നത് കാര്യം. ഇപ്പൊ 82% മുകളിലല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, മുസ്ലിമീങ്ങൾക്ക് ഈ രാജ്യം പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ സമാസമം പറഞ്ഞെങ്കിൽ ഇനി ഒരുപാട് കാലമുണ്ട്. ആ കാലത്തിനുള്ളിൽ നിങ്ങൾ ഈന്തപ്പഴം ബദാമ തിന്നാൽ മതിയെന്ന്. നിങ്ങളെ എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞ ദൈവം തമ്പുരാനെ.
TK അഷ്റഫിന് 6 പിള്ളേരുള്ള പ്രശ്നം, മുസ്ലിമീങ്ങൾ ആർക്ക് 6 പിള്ളേരുള്ള 3 പിള്ളേരല്ലാതെ കൊണ്ടാലും പ്രശ്നം. എടാ ഇത് നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതാണെന്ന്. സമയാസമയത്ത് പെണ്ണ് കിട്ടുക. ഇവന്മാർക്കൊക്കെ ആ സമയാസമയത്ത് പെണ്ണ് കിട്ടാൻ പറ. 35-40 വയസ്സിലേക്ക് സാധനം മുരടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലാതെ നേരത്തെ കാലത്ത് ഇവന്മാർക്ക് പെണ്ണ് കിട്ടാൻ പറ. ആഹ്വാനം കൊടുക്കും. എന്നിട്ട് പേരലോട്ട് പോകാൻ പറ. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ കള്ളും കുടിച്ചാണ് വീട്ടിൽ ചെല്ലുന്നത്. കള്ളും കുടിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കും ടീച്ചറെ. ഇവർക്ക് നല്ല ആഹാരം, നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറയുക, വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കാൻ പറയുക, നല്ല വസ്ത്രം ധരിക്കാൻ പറയുക, നല്ല ഊതിൻ്റെ അത്ര തേക്കാൻ പറയുക, അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ, ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ. അല്ലാതെ ഇവിടെ TK അഷ്റഫിന് നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്കൊക്കെ പിള്ളേരം ഉണ്ടാകുന്ന കണ്ടു കഴിഞ്ഞാൽ അവനിക്ക് 6 നിന്ന് 10 പോകും. നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ സാധനം എന്താ പഴം എന്തേ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അതന്നെ ഇതിലും ഭംഗിയായ രീതിയിൽ ഒരു മറുപടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് അതിൽ എൻ്റെ പൊന്നുസ്താദെ നിങ്ങൾ വേറെ ലെവലാണ് കേട്ടോ. ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇവിടെ മുസ്ലിമിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ നെറുകൻ തലയിലോട്ട് ആ കാളകൂടെ വിഷം വന്നങ്ങോട്ട് നിറയും. പിന്നെ അതങ്ങോട്ട് ആരെങ്കിലുമൊക്കെ നെഞ്ചത്തോട്ടൊക്കെ അങ്ങോട്ട് തുപ്പുക എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്ഥിരം പരിപാടി. മുസ്ലിങ്ങൾക്ക് കുട്ടികളുണ്ടായ പ്രശ്നം, മുസ്ലിങ്ങൾ വീട് വെച്ചാ പ്രശ്നം, മുസ്ലിങ്ങൾ കട വെച്ചാ പ്രശ്നം, മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിൽ വന്ന പ്രശ്നം, മുസ്ലിങ്ങൾ സിനിമ എടുത്ത പ്രശ്നം. അങ്ങനെ എവിടെ തൊട്ടാലും മുസ്ലിം പേര് കണ്ടു കഴിഞ്ഞാൽ ലവർക്ക് അങ്ങോട്ട് ഊത്തലും ചൊറിച്ചിലും വല്ലാത്ത കടിയുക. എന്തായാലും ആ ചൊറിച്ചിലിനും കടിക്കുമുള്ള നല്ല ഒന്നാന്തരം മരുന്നാണ് ഉസ്താദ് ഇപ്പോൾ ഇങ്ങോട്ട് കൊടുത്തത്. ഇനി ഈ വീഡിയോ കണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി മറുപടിയും കൂടെ നിങ്ങളും കൂടെ അങ്ങോട്ട് കൊടുക്കുക. നൈസായിട്ട് ഇതുപോലുള്ള സാധനമൊക്കെ പത്തി പൊക്കുമ്പം ആ സ്പോട്ടിൽ പത്തിയുടെ തലയ്ക്ക് അടിച്ചങ്ങോട്ട് താത്തിയേക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കേരളം വിഷനിക്തമായി പോകും. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ അഹങ്കരിച്ച് പറയുന്ന ഈ ഒരു നാടിനെ ദൈവം വിഷത്തിൽ കുളിപ്പിച്ച് നമ്മുടെ നാട് നശിപ്പിച്ച് കളയും. ഇവരൊക്കെ ഭസ്മമാക്കി കളയും. എന്തായാലും ഭൂമിക്ക് പോലും വേണ്ടാത്ത ഈ ഒരു സാധനത്തിനൊക്കെ നമ്മുടെ മുമ്പിലിട്ട് ഇങ്ങനെ എന്തിനാണ് എൻ്റെ ദൈവമേ പരീക്ഷിക്കുന്നത്? എന്തായാലും ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എടാ കഴിവില്ലെങ്കിൽ കഴിവില്ല, അതങ്ങോട്ട് അംഗീകരിക്കുക. കഴിവുള്ളവൻ അങ്ങനെ അവൻ്റെ പരിപാടികളൊക്കെ എടുത്ത് അങ്ങ് പോകുമെന്നേ. എന്നിട്ട് വന്ന് കിടന്നുകൊണ്ട് ഈ മോഹണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഉസ്താദ് പറഞ്ഞ കണക്ക് നേരാവണ്ണം രാത്രി നേരത്തെ കാലത്ത് വീട്ടിലൊക്കെ പോയി നല്ല പോഷകാഹാരവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ 2050 ആകുമ്പോഴത്തേക്ക് ഇത് മുസ്ലിം രാജ്യമാകുമെന്നാണല്ലോ അമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി വടി കറക്കാതെ ആ വടിയുമായിട്ട് വീട്ടിലോട്ട് ചെന്നിട്ട് നേരാവണ്ണം കൃത്യമായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2050 ആകുമ്പോഴത്തേക്ക് ഇത് മുസ്ലിം രാജ്യമൊന്നും ആകില്ല. ഇത് ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദു രാഷ്ട്രം തന്നെ നിങ്ങൾക്ക് ഹിന്ദു രാഷ്ട്രമാക്കി നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. അല്ലാതെ ഞങ്ങൾ എന്ത് മറുപടിയാണ് ഇതിനൊക്കെ കൊടുക്കേണ്ടത്? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.